ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അരുണ മിസ് ആണ്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ പാഠഭാഗം പഠിക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ചുറ്റുപാടും എന്തൊക്കെയാണ് നടക്കുന്നത്, അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത്. നമ്മുടെ സ്കൂളുകളിൽ പലതരത്തിലുള്ള എക്സാംസ് നടക്കാറുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമുക്ക് ക്വിസ് മത്സരങ്ങളും നടക്കാറുണ്ട്. എന്താ ഈ ക്വിസ് മത്സരങ്ങളിൽ പൊതുവെ ചോദിക്കാറ്? ജനറൽ നോളജ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ. അതായത് നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളെയൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ട് ടെക്സ്റ്റ് ബുക്കിന് പുറത്തേക്കുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത്തരം പരിപാടികളൊക്കെ നടക്കുന്നത്. ഇതിലെ മിക്ക ആളുകളും എന്ത് ചെയ്യാറുണ്ട്? ഇതിൽ നിന്നൊക്കെ അല്ലെ വിട്ടുമാറി നിൽക്കാറുണ്ട്. പക്ഷെ അങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടത്? അല്ല അല്ലെ. പത്രത്തിലും അതുപോലെ തന്നെ ഇയർ ബുക്കുകളിലൊക്കെ വരുന്ന കുറേ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ നോക്കി വെക്കേണ്ട കാര്യങ്ങളല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ഈ അടുത്ത ദിവസങ്ങളിൽ പത്രങ്ങളിൽ വന്ന് കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അത്തരം ചോദ്യങ്ങളുമായിട്ടാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. എല്ലാ മത്സര പരീക്ഷകളിലും നിങ്ങളെ മുന്നിലെത്തിക്കാൻ ഇത് പഠിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്താണ് ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് നമുക്കൊന്ന് നോക്കിയാലോ? നിങ്ങൾക്ക് എല്ലാവർക്കും സ്പോർട്സ് ഭയങ്കര ഇഷ്ടമുള്ള ആളുകളായിരിക്കും അല്ലെ. അപ്പൊ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: മലേഷ്യയിൽ നടന്ന അണ്ടർ-19 വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ കിരീടം നേടിയത് ആരാണ്? എന്താണ്? മലേഷ്യയിൽ നടന്ന അണ്ടർ-19 വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ കിരീടം നേടിയത് ആരാണെന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഇപ്രാവശ്യത്തെ ജേതാക്കൾ എന്ന് പറയുന്നത് ടീം ഇന്ത്യയാണ്. അപ്പൊ ഇന്ത്യയിൽ നിന്നുള്ള ആളുകളാണ് ഇപ്രാവശ്യം നമ്മുടെ ലോകകപ്പ് ഉയർത്തിയത് എന്നുള്ളത് നമുക്ക് വളരെയധികം അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നേട്ടമാണ്. പൊതുവെ നമ്മൾ എന്ത് ചെയ്യാറില്ല, ഫീമെയിൽ ക്രിക്കറ്റേഴ്സിനെ കുറിച്ച് അധികം ബോധേഡ് അല്ല. അപ്പൊ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട താരവും കൂടെ ഇതിൽ പാർട്ടായിട്ടുണ്ട് എന്നുള്ളത് മറന്നുപോകാതെ നിങ്ങൾ ഓർത്ത് വെക്കുക. യെസ്, എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആരാണെന്നുള്ളതാണ്. ഉത്തരം വി അബ്ദുൾ റഹ്മാൻ ആണ്. നിങ്ങൾ ഇതുപോലെയുള്ള നമ്മുടെ മിനിസ്റ്റേഴ്സിനെ കുറിച്ചൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 2024-25 സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കൾ ആരാണ് എന്നുള്ളതാണ്. നിങ്ങൾ കുറെ ആൾക്കാരെങ്കിലും അല്ലെ കലോത്സവത്തിന്റെ ഭാഗമായിട്ടുണ്ടാവും. അപ്പൊ തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു ഇപ്രാവശ്യത്തെ കേരള സ്റ്റേറ്റ് സ്കൂൾ കലോത്സവം നടന്നത്. അപ്പൊ ഇതിലെ ജേതാക്കൾ ആരായിരുന്നു എന്നുള്ളതാണ്. തീർച്ചയായും പഠിച്ചു വെക്കുക. ആരാണ് ജേതാക്കൾ? തൃശ്ശൂരാണ് ഇപ്രാവശ്യത്തെ ജേതാക്കൾ എന്ന് പറയുന്നത്. ഓക്കെ, എങ്കിൽ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെ മിസ് പറഞ്ഞു തരാം. ശ്രീഹരിക്കോട്ട അറിയായിരിക്കുമല്ലോ അല്ലെ, ഇന്ത്യയുടെ സ്പേസ് സെന്റർ ആണ്. അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഉപഗ്രഹങ്ങളൊക്കെ എന്ത് ചെയ്യാറ്? ലോഞ്ച് ചെയ്യാറുള്ളത്. അങ്ങനെ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിക്കുന്ന 100ാമത്തെ ഗതിനിർണയ ഉപഗ്രഹത്തിന്റെ പേര് ചിലപ്പം നിങ്ങളെടുത്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഏതാണ് ആ ഉപഗ്രഹം എന്നുള്ളത് തീർച്ചയായിട്ടും ഓർത്ത് വെക്കുക. NVS-02. എന്താണ്? NVS-02 ആണ് ആ ഒരു ഉപഗ്രഹം എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റീസെന്റ് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കുന്നത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, യെസ്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ ഒരു മാതൃകയാണ് മിസ് കാണിച്ചു തന്നത്. അപ്പൊ ഇതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ന്യൂസ് പേപ്പേഴ്സിൽ നിന്നും അതേപോലെ തന്നെയുള്ള മറ്റ് വെബ്സൈറ്റുകളിൽ നിന്നും ഒക്കെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊരു ശീലമാക്കി വളർത്തിക്കൊണ്ടുവരിക. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.